മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിന് ഏറെ പ്രിയപ്പെട്ടവരെ, ഗുഡ്നസ് TV നിങ്ങൾക്കായി ഒരുക്കുന്ന പ്രഭാത വിരുന്നിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഈ ശുശ്രൂഷ ഇവിടെ നടത്തുന്ന ഈ വേളയിൽ ലോകത്തിൽ എവിടെയെങ്കിലും ഒരു കുർബാന ആരംഭിച്ചിട്ടുണ്ട്. ഒരു പ്രഭാത വിരുന്ന്, ജനത്തിനു വേണ്ടി കർത്താവ് നൽകുന്ന വിരുന്നായ കുർബാന എവിടെയെങ്കിലും നടക്കുന്നുണ്ടാവും. അങ്ങനെയെങ്കിൽ ഇപ്പോൾ അർപ്പിക്കപ്പെടുന്ന എല്ലാ വിശുദ്ധ കുർബാനകളോടും നമുക്ക് ആത്മനാ ചേർന്നുകൊണ്ട്, ശാരീരികമായ സാന്നിധ്യം നമുക്ക് അസാധ്യമായതുകൊണ്ട് ആത്മാവിൽ നമുക്ക് എല്ലാ വിശുദ്ധ ബലികളോടും ചേരാം. എന്നിട്ട് ഈ ദിവസത്തെ കർത്താവിന് സമർപ്പിക്കാം. നമ്മളായിരിക്കുന്ന അവസ്ഥകളെ നമുക്ക് സമർപ്പിക്കാം. അതുപോലെ നമ്മുടെ പ്രത്യേകമായ നിയോഗങ്ങളെ നമുക്കിന്ന് തമ്പുരാൻ്റെ മുന്നിൽ ഓർക്കാം. ഞാനൊരു നിയോഗമായി നിങ്ങളോട് പറയുന്നത്, നമുക്കിന്ന് വൈദികരെ ഓർത്ത് പ്രാർത്ഥിക്കാം. തമ്പുരാൻ്റെ വിശുദ്ധവിൽ അർപ്പിക്കാൻ വിളിക്കപ്പെട്ട ജീവിതങ്ങൾക്ക് കൂടുതൽ കൃപയനുഗ്രഹം ലഭിക്കാനായിട്ട് അവരുടെ ശുശ്രൂഷകളൊക്കെ ദൈവസന്നിധിയിൽ പ്രീതികരമായി തീരാൻ കൃപയുടെ സ്രോതസ്സായി മാറാൻ നമുക്കിന്ന് എല്ലാ വൈദികരെയും പ്രത്യേകമായിട്ട് ഓർക്കാം. നിങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ, ബന്ധത്തിൽ വൈദികരുണ്ടെങ്കിൽ അവരെ ഓർക്കുക. നിങ്ങളുടെ വികാരിച്ചന്മാരെ നിങ്ങളൊന്ന് പ്രത്യേകമായിട്ട് ഓർക്കുക. അവർക്കൊക്കെ വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കുർബാനയുടെ സ്ത്രീയായ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ഈ ശുശ്രൂഷയെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും, പ്രത്യേകിച്ച് പൗരോഹിത്യ സന്യാസ ജീവിതങ്ങൾക്ക് വേണ്ടി ജീവിതം അർപ്പിച്ച് എല്ലാവരെയും, ഞങ്ങളുടെ പ്രത്യേകമായ നിയോഗങ്ങളെയും കർത്താവിന് സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. കുർബാനയുടെ സ്ത്രീയായ പരിശുദ്ധ മാതാവേ, ഇന്ന് ഞങ്ങൾ ഈ ശുശ്രൂഷ അർപ്പിക്കുമ്പോൾ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന എല്ലാ പുരോഹിതർക്ക് വേണ്ടിയിട്ടും സമർപ്പിതർക്ക് വേണ്ടിയിട്ടും കുർബാനയിൽ പങ്കെടുക്കുന്ന വിശ്വാസി ഗണത്തിന് വേണ്ടിയിട്ടും അമ്മേ പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുന്നു. ആമേൻ. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. വചനഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ ഇന്ന് ഓർക്കുന്ന വചനഭാഗം മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായത്തിലെ 26 മുതലുള്ള വചനങ്ങളാണ്. അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതെൻ്റെ ശരീരമാണ്. അനന്തരം പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ, ഇത് പാപമോചനത്തിനായി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ്. ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മുടെ ഈ തിരുവചന ഭാഗം കുർബാനയുടെ കേന്ദ്ര ഭാഗമായ കൂദാശ വചനങ്ങളുടെ സ്ഥാനത്ത് നമ്മൾ കേൾക്കുന്നതാണ്. ഭക്തിയോടെ ധ്യാനപൂർവ്വം നമ്മളതെന്നും കേൾക്കാറുണ്ട്. പക്ഷേ ഇതിൻ്റെ ആഴങ്ങളിലേക്ക് പലപ്പോഴും നമ്മൾ പോവാറില്ല എന്നുള്ളതാണ് നമ്മുടെ ഭാഗത്തുനിന്നൊരു കുറവ്. കണ്ടും കേട്ടും ആചരിച്ചും അനുഷ്ഠിച്ചും പലപ്പോഴും ഈ കുർബാന എന്ന് പറയുന്ന ദൈവിക പ്രവൃത്തിയുടെ അർത്ഥം നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നു എന്നൊരു ചിന്ത ശരിയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഒരു വലിയ അത്ഭുതമാണ്. ആരും നിർബന്ധിക്കാതെ, പ്രത്യേകിച്ചാരും പറഞ്ഞു കൊടുക്കാതെ നമ്മുടെ പള്ളികളിലേക്ക് പ്രഭാതങ്ങളിൽ ഒഴുകിയെത്തുന്ന
എന്തുമാത്രം ജനങ്ങളുണ്ട്. അതിൻ്റെ അർത്ഥം അത് അവരുടെ ഗുണമല്ല, വിശുദ്ധ കുർബാനയുടെ ശക്തി കൊണ്ടാണെന്ന് ഞാൻ പറയും. അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനയിലൂടെ ദൈവം അവരുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെടുന്ന കൃപകൾ അവർക്ക് അനുഭവമായി തീരുന്നത് കൊണ്ടാണ് നമ്മുടെ പള്ളികളൊക്കെ ജനനിബിഡമായി മാറുക, എല്ലാ കുർബാനയ്ക്കും ആളുകൾ എത്തുക. ആരും പറഞ്ഞിട്ടൊന്നുമല്ല, മണിയടിക്കും, ഒരു പതിവായിട്ടുമല്ല, അതിനപ്പുറം വേറെ ചില കാരണങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇങ്ങനെ കുർബാനയ്ക്ക് പോകുന്ന, എന്നും കുർബാനയ്ക്ക് പോകുന്ന ഒരു അധ്യാപക ദമ്പതിമാരെ ഒരു ദിവസം അവരുമായിട്ട് ഇങ്ങനെ സംസാരിക്കാനിട വന്നു. അപ്പം ഞാൻ പറഞ്ഞു, സാറും ടീച്ചറും എന്നും കുർബാനയ്ക്ക് വരുമല്ലോ, പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, വളരെ മനസ്സിൽ ഒത്തിരി സന്തോഷം തോന്നിയ, കണ്ണ് നിറഞ്ഞു പോകുന്ന കാര്യം അവർ പറഞ്ഞത്. അവർ പറഞ്ഞു, അച്ഛാ, രാവിലെ പോയി കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെട്ട ശരീരമാണ്, നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെട്ട രക്തമാണെന്ന് കർത്താവ് പറഞ്ഞിട്ട് ഒരു വാക്കൂടെ കർത്താവ് പറയും, നമ്മളത് വായിച്ചില്ല, നിങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് ചെയ്യുവിനെന്ന്. ആ ഒരു വാക്യമാണ് അച്ഛാ ഞങ്ങൾ രണ്ടുപേരെയും ഈ എന്നും പള്ളിയിൽ പോകാൻ പ്രേരിപ്പിക്കുക. രാവിലെ വിശുദ്ധ കുർബാന കഴിഞ്ഞ് വീട്ടിൽ പോയി ഇറങ്ങി ഒരു 9:30 ആകുമ്പോൾ സ്കൂളിലേക്ക് യാത്ര ചെയ്യും, പള്ളിയുടെ അടുത്ത് അവരുടെ വീട് എന്നവരെന്നോട് പറഞ്ഞു. അപ്പോൾ വിദ്യാലയത്തിൽ ചെന്ന് കഴിയുമ്പോൾ സാറ് പറയുക, അവർ രണ്ടുപേരും പറഞ്ഞ കാര്യം ഇതാണ്, ഞങ്ങളുടെ അൾത്താര, ഞങ്ങളുടെ ബലിവേദി എന്ന് പറഞ്ഞ ഞങ്ങളുടെ ക്ലാസ് റൂമാണ്. ക്ലാസ്സിൽ കയറി ചെല്ലുമ്പം അറിവിന് വേണ്ടി ദാഹിക്കുന്ന, അതുപോലെ തന്നെ വിജ്ഞാനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന, വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്ന 35-40 കുട്ടികളെ അവിടെ കാണും. അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കുന്നത്, അവരെ പഠിപ്പിക്കുന്നത്, വിജ്ഞാനത്തിന് വേണ്ടിയുടെ അവരുടെ വിശപ്പും ദാഹവും തീർക്കുന്നത് ഞങ്ങളുടെ ക്ലാസ് റൂമിലാണ്. കർത്താവ് പറഞ്ഞതുപോലെ തന്നെയല്ലേ ഞങ്ങളും ചെയ്യുക. അവിടെ ഞങ്ങളുടെ ശരീരവും രക്തവും ഞങ്ങൾ മുറിച്ച് പങ്കുവെച്ച് വിളമ്പുകയാണ് അവിടെ ആ ക്ലാസ് റൂമിൽ. അതുപോലെ തന്നെ ഞങ്ങളുടെ അറിവിൻ്റെ തലങ്ങളെ ഞങ്ങൾ ആ കുട്ടികൾക്ക് വേണ്ടി മുറിച്ച് പങ്കുവെച്ച് കൊടുക്കുമ്പോൾ ഞങ്ങളുടെ ക്ലാസ് റൂം ഞങ്ങളുടെ അൾത്താരയായി മാറുന്നു, ദേവാലയമായി മാറുന്നു. ശരിക്കും പറഞ്ഞാൽ കോരിത്തിരിച്ചു പോയി, കണ്ണു നിറഞ്ഞു പോയി അതൊക്കെ കേട്ടപ്പോൾ. അത്രയും ബോധ്യമുള്ള അധ്യാപകരൊക്കെ നമ്മുടെ ഇടയിലുണ്ടോ എങ്കിലതൊരു മഹത്തായ കാര്യമാണ്. ഇത് മറ്റ് അധ്യാപകർക്കൊന്നും കിട്ടുന്ന കൃപയല്ല, വരമല്ല. ഇതാണ് ഓരോ കുർബാനയിൽ നിന്നും ക്രൈസ്തവരായ അധ്യാപകർ സ്വീകരിക്കുന്ന വലിയ ആദർശവും വലിയ കൃപയും എന്ന് നമ്മൾ ഓർത്തിരിക്കുകയാണ്. ഇതുപോലെ ഏത് മേഖലയിലേക്ക് കടന്നാലും നമുക്ക് ഈ കുർബാനയെ കാണാൻ സാധിക്കും. കുർബാന അർത്ഥവത്തായിട്ട് നിങ്ങളുടെയും എൻ്റെയും ഒക്കെ ജീവിതത്തിൽ വിടർന്നു നിൽക്കുന്നത്, അത് അനുഗ്രഹത്തിൻ്റെ സ്രോതസ്സായി മാറുന്നത് നമ്മളൊന്ന് ധ്യാനിച്ചാൽ മതി, പ്രാർത്ഥിച്ചാൽ മതി, പരിശുദ്ധാത്മ നമുക്ക് വെളിപ്പെടുത്തി തരും. അതുപോലെ തന്നെ നമ്മൾ ഓർത്തോളൂ, കത്തോലിക്ക സഭയിൽ ജനിച്ചാലും കുർബാന, വിവാഹത്തിന് കുർബാന, മരിച്ചാലും കുർബാന, മരിച്ചു കഴിഞ്ഞിട്ടും പിന്നെ ഓർമ്മ ദിവസങ്ങളിലൊക്കെ കുർബാന. എന്തേ കുർബാന ഇങ്ങനെ അർപ്പിക്കപ്പെടുക? വേറെ ഒരു സഭാവിഭാഗത്തിലോ മതത്തിലോ കാണാത്ത ഒരു കാര്യമാണ്. കാരണം ജനത്തിനറിയാം ഇത് ക്രൈസ്തവ ജീവിതത്തിൻ്റെ മുമ്പിൽ അതിൻ്റെ ഉറവിടവും ഉച്ചകോടിയുമാണെന്ന് വത്തിക്കാൻ കൗൺസിൽ പറഞ്ഞത് സത്യമാണ് എന്ന്. കാരണം ഓരോ കത്തോലിക്കനും അവൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ ആദർശങ്ങളും അവൻ്റെ ജീവിതം ജീവിക്കാനുള്ള കൃപയും അനുഗ്രഹവും എല്ലാം കണ്ടെത്തുന്നത് ഈ വിശുദ്ധ കുർബാനയിലാണ്. അതുകൊണ്ടാണ് ഈശോ തൻ്റെ ജീവിതം മുഴുവൻ അവസാനം കൊണ്ടുപോയി വെച്ചത് എവിടെയാണ്? കുർബാനയിലല്ലേ. അവിടെയെല്ലാം പൂർത്തിയായി എന്ന് പറയുന്ന തമ്പുരാനെ നമ്മൾ കണ്ടെത്തും. തൻ്റെ സന്ദേശം മുഴുവൻ വിശുദ്ധ കുർബാന എന്ന ഏക വാക്യത്തിൽ ഒതുക്കി അവൻ നമുക്ക് തരിക. അപ്പോൾ ഈ കുർബാനയുടെ അർത്ഥങ്ങളിലേക്കൊക്കെ നമ്മൾ പലപ്പോഴും ധ്യാനം ചിന്തിച്ചും പോകണം. പല സംസ്കാരങ്ങളിൽ, പല പല രീതികളിലൊക്കെ തമ്പുരാൻ്റെ കുർബാന അർപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ അറിയുകയാണ്. അപ്പോൾ ഒരു ക്രൈസ്തവന് ജീവിക്കാനുള്ള ജീവിതം മുഴുവൻ കുർബാനയിലുണ്ട്. അത് മുഴുവൻ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രവൃത്തിയാണ്. ദൈവം നമ്മളെ എങ്ങനെ സ്നേഹിച്ചു എന്ന് നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ കുർബാനയിലേക്ക് നോക്കിയാൽ മതി. അവൻ ശരീരവും രക്തവും തന്ന് നമ്മളെ സ്നേഹിക്കുകയാണ്. അവൻ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് പാപപരിഹാരമായി ബലിയായി തീർന്ന് നമ്മളെ സ്നേഹിക്കുകയാണ്. അവൻ ഉയർത്തെഴുന്നേറ്റ് നമ്മളോട് കൂടെ ലോകത്തിൻ്റെ അവസാനം വരെ ജീവിച്ചുകൊണ്ട് ഉദ്ധിതനായ ജീവിക്കുന്നവനായ കർത്താവായി മാറുകയാണ്. ഇതിൻ്റെ എല്ലാം അനുഭവമല്ലേ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും പരിശുദ്ധവും ജീവദായും ദൈവികമായ രഹസ്യം എന്നാണ് സീറോ മലബാർ കുർബാനയിൽ വിശുദ്ധ കുർബാനയെ സംബോധന ചെയ്ത് പ്രാർത്ഥിക്കുക. ദൈവികമായ ഒരു വലിയ ഖനിയായി നിൽക്കുകയാണ്. ഇവിടുന്നാണ് എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുക എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ആദിമസഭയെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ
അപ്പസ്തോല പ്രവർത്തനം 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഈ ആദിമസഭയിലെ ക്രിസ്ത്യാനികളൊക്കെ ഒന്നു ചേർന്ന് എന്തിനാ അവർ അപ്പസ്തോല പ്രബോധനം, അപ്പം മുറിക്കൽ ശുശ്രൂഷ, അത് വിശുദ്ധ കുർബാന, കൂട്ടായ്മ, പ്രാർത്ഥന, ഈ 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ആദിമസഭ ഒളിവ് സങ്കേതങ്ങളിലൊക്കെ അന്ന് പേടിച്ച ശത്രുക്കൾ കണ്ടാൽ അത് വലിയ അപകടം പിടിച്ച കാര്യമാണ്. അതുകൊണ്ട് പേടിയോടും വിറയലോടും അതേസമയം ധൈര്യത്തോടും ശക്തിയോടും കൂടെ അവർ ഒളിവ് സഭയിൽ ഒന്നു ചേർന്നത് കുർബാന അർപ്പിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. പിന്നീട് നമ്മൾ കാണും പീഡനത്തിൻ്റെ മേഖലയിലൂടെ ഈ ആദിമസഭ കടന്നു പോയപ്പോഴൊക്കെ മുറിക്കപ്പെട്ട അപ്പത്തിൻ്റെ വിടവിലൂടെ അവർ ക്രൈസ്തവ ജീവിതം നോക്കിക്കണ്ടു, ആ വിടിയെ നോക്കിക്കണ്ടു. മുറിക്കപ്പെട്ട അപ്പത്തിൻ്റെ വിടവിലൂടെ അവർ കണ്ടത് ഈ കാൽവരിയാണ്. അവിടെ ശത്രുവിനോട് ക്ഷമിച്ചു പോലും പാപപരിഹാരം ചെയ്യുന്ന, മനുഷ്യകുലത്തിൻ്റെ പാപങ്ങൾ ഇവിടെ ഏറ്റെടുത്ത് കുഞ്ഞാടായി മാറുന്ന കർത്താവിനെ ഈ മുറിക്കപ്പെട്ട അപ്പത്തിൻ്റെ വിടവിലൂടെ അവർ കണ്ടെത്തിയപ്പോൾ സഹനങ്ങളും പീഡനങ്ങളുമൊന്നും അവർക്ക് പ്രശ്നമായിരുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. കുർബാനയായിരുന്നു ആദിമസഭയെ അതിജീവനത്തിലേക്ക് നയിച്ച ശക്തി. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ കൂദാശകളുടെ കൂദാശയായ വിശുദ്ധ കുർബാന എന്തുമാത്രം സ്വാധീനം ചെലുത്തുന്നു എന്ന് കാണാൻ സാധിക്കും. ഞാൻ പലപ്പോഴും ഞങ്ങൾ ഈ അച്ഛന്മാരെക്കുറിച്ചൊക്കെ ഓർക്കാറുണ്ട്. കത്തോലിക്ക സഭയുടെ പുണ്യം എന്ന് പറയുന്നത് പൗരോഹിത്യം. എവിടെയെങ്കിലുമൊക്കെ 1-2 പേരൊക്കെ ഏതെങ്കിലും തരത്തിൽ വീണുപോയി എന്ന് വിചാരിച്ച് പൗരോഹിത്യം എന്ന് പറയുന്ന നശിക്കുന്നില്ല. എത്രയോ വിശുദ്ധരായ വൈദികരുണ്ട് നമുക്ക്. ഒരു ജന്മം മുഴുവൻ, ജീവിതം മുഴുവൻ തമ്പുരാനും തമ്പുരാൻ്റെ ജനത്തിനും വേണ്ടി, വീടില്ല, കുടുംബമില്ല, നാടില്ല, ഒന്നുമില്ല, അങ്ങനെ ജീവിതം മുഴുവൻ ഈ കുർബാന അർപ്പിക്കാൻ വേണ്ടി മാത്രമായി മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന എന്തുമാത്രം വൈദികർ നമുക്കുണ്ട്. അതേ പറഞ്ഞ കത്തോലിക്ക പുണ്യമേ പൗരോഹിത്യമാണെന്ന് പറയും. അതുകൊണ്ട് നിങ്ങളൊക്കെ കുർബാനയ്ക്ക് ശേഷം നിത്യപുരോഹിതനായ ഈശോയെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെയൊക്കെ ജീവിതങ്ങളെ തിരുത്തുന്ന, ഞങ്ങൾക്കൊക്കെ വാണിംഗ് ആയി നിൽക്കുന്ന കുറേ കാര്യങ്ങൾ അതിനകത്ത് കിടപ്പുണ്ട്, ആ പ്രാർത്ഥനയിൽ കിടപ്പുണ്ട്. ഞങ്ങളുടെ കൈകൾ നിർമ്മലമായിരിക്കണം, ഞങ്ങളുടെ പൗരോഹിത്യത്തിന് മുദ്ര പതിഞ്ഞ് ജീവിതങ്ങൾ പരിശുദ്ധമായിരിക്കണം. അങ്ങനെയുള്ള കുറേ നല്ല ആശയങ്ങൾ ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ശരിക്കും ആ പ്രാർത്ഥന കേട്ടാൽ ധ്യാനം കൂടുന്ന ഒരു ഇഫക്റ്റ് കിട്ടുമെന്ന് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. ജനത്തിൻ്റെ പ്രതീക്ഷ ഇതാണ് പുരോഹിതരിൽ നിന്ന്. അതുകൊണ്ട് ഞാൻ പറയും, നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ദൈവവിളികൾ ഉണ്ടാകാൻ നമ്മൾ പോസിറ്റീവായിട്ട് ഇന്നത്തെ കാലത്ത് ശ്രമിച്ചേ മതിയാവൂ. പലപ്പോഴും പുരോഹിതരാകാൻ വരുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നു എന്ന് പറയുന്ന ഇപ്പം ആഗോള സഭ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ്, പ്രത്യേകിച്ച് കേരള സഭയെന്ന് ഞാൻ നിങ്ങളോട് പറയും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ തമ്പുരാന് ബലിയർപ്പിക്കുന്ന, ജീവിതം മുഴുവൻ ദൈവത്തിനും ജനത്തിനും വേണ്ടി സമർപ്പിച്ച പുരോഹിതരുണ്ടാകുന്നത് നമ്മുടെ കുടുംബത്തിൻ്റെ അനുഗ്രഹമായിട്ട് നമുക്ക് കാണാനാവട്ടെ. അതുകൊണ്ട് പുരോഹിതരെ നമുക്ക് സഹായിക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അവരുടെ കുറവുകളൊക്കെ ക്ഷമിക്കാം, അവരെ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് കണ്ട് ആശ്വസിപ്പിക്കാം, ശക്തിപ്പെടുത്താം. ഞങ്ങളുടെ പ്രതീക്ഷ ഇതൊക്കെയാണ് അച്ഛ എന്ന് പറയാൻ സാധിക്കട്ടെ. അതുപോലെ നമ്മുടെ സന്യസ്തരെ ഓർക്കണം. ഒരു ജന്മം മുഴുവൻ, ജീവിതം മുഴുവൻ തമ്പുരാനും ജനത്തിനും വേണ്ടി നീക്കിവെച്ച ഒരുപാട് സന്യസ്തർ നമുക്കില്ലേ. അവരുടെയും എണ്ണം കുറഞ്ഞു വരുന്നു എന്നുള്ളത് നമ്മളൊക്കെ ഭീതിയോടുകൂടി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അവിടെയും നമുക്ക് ഈ സഭയുടെ കുർബാനയോട് ചേർന്ന് നിൽക്കുന്നവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുമ്പോൾ, അങ്ങനെയുള്ളവർ നമ്മൾ വളർത്തിയെടുക്കുമ്പോൾ സഭയാ വളരുക, അവിടെ കുർബാനയാണ് മഹത്വപ്പെടുക എന്ന കാര്യം നമുക്ക് ഒരിക്കലും മറക്കാതിരിക്കാം. നമ്മുടെയൊക്കെ ജീവിതങ്ങൾ മുഴുവൻ ഈ കുർബാനയോട് ബന്ധപ്പെട്ട് നിൽക്കുന്നതല്ലേ. വിവാഹമെന്ന കൂദാശയെ മാത്രം നമുക്ക് ഒരു മിനിറ്റ് എടുത്താൽ നമുക്ക് കാണാൻ സാധിക്കും. എന്തേ വിവാഹമെന്ന കൂദാശ? ശരിക്കും പറഞ്ഞാൽ തനിയാവർത്തനം എന്നൊരു വാക്ക് സംഗീതത്തിലുണ്ട്. എന്ന് പറഞ്ഞതുപോലെ വിശുദ്ധ കുർബാന എന്ന കൂദാശയുടെ തനിയാവർത്തനമായി നിൽക്കുന്നതാണ് ഈ വിവാഹം എന്ന് പറയുക. നിങ്ങളൊരു പക്ഷേ ഈ സൂറമലബാർ കുർബാനയിലൊക്കെ പങ്കെടുക്കുന്നവരൊക്കെ അച്ഛന് ആ തിരുവോസ്ത് 2ആയിട്ട് മുറിച്ചിട്ട് സീറോ-മലബാർ കുർബാനയിൽ പ്രാർത്ഥനയുണ്ട്. അത് കാസയുടെ മുകളിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ചൊല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട്. നിങ്ങളത് കേൾക്കുന്നില്ലെന്നേ ഉള്ളൂ. വേർതിരിക്കപ്പെടുകയും പൂർത്തിയാക്കപ്പെടുകയും കലർത്തപ്പെടുകയും പരസ്പരം യോജിപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും എന്ന പ്രാർത്ഥന അവസാനിക്കുക. അപ്പോൾ ത്രിത്വത്തിൻ്റെ നാമത്തിൽ 2 കുടുംബങ്ങളിൽ നിന്ന് വേർതിരിക്കപ്പെട്ട, സമർപ്പണത്തിൻ്റെ പൂർത്തിയിലേക്ക് കൊണ്ടുവരപ്പെട്ട, അതുപോലെ തന്നെ കൃപയാക്കി വരദാനമാക്കി മാറ്റിയ വിശുദ്ധ കുർബാനയ്ക്ക് തുല്യം ഒരു ഭാര്യയും ഭർത്താവും 2 കുടുംബങ്ങളിൽ വേർതിരിക്കപ്പെട്ട് സമർപ്പണത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വന്ന് പരസ്പരം യോജിപ്പിക്കപ്പെട്ട് കലർത്തപ്പെട്ട് ജീവിക്കുന്ന കുടുംബജീവിതം ആ മുറിക്കപ്പെട്ട അപ്പത്തിൻ്റെ സ്ഥാനത്ത് വയ്ക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഈ കുർബാന തന്നെയാണ് ദമ്പതികളുടെയൊക്കെ ജീവിതത്തിൻ്റെ മുഴുവൻ ശക്തി കേന്ദ്രം. അതുകൊണ്ടാണ് പള്ളിയിലൊക്കെ പോയി കുർബാനയിലൊക്കെ പങ്കെടുക്കുന്ന നല്ല കുടുംബങ്ങൾ
അവസാനം വരെ ആ നന്മയിലും വിശ്വസ്തയിലും പുണ്യത്തിലുമൊക്കെ കാത്തു സൂക്ഷിക്കപ്പെടുന്നു എന്നൊക്കെ നമ്മൾ പറയുക. അങ്ങനെ നമ്മൾ അവസാനം വരെ കുർബാനയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നമുക്ക് ഒരുപാട് പാഠങ്ങൾ കിട്ടുന്നുണ്ട്. ഞാൻ ചെയ്തതുപോലെ നിങ്ങളും ചെയ്യണമെന്നൊക്കെ പറയുന്നിടത്ത് നമ്മുടെ അനുദിന കഷ്ടപ്പാടിൻ്റെ, അധ്വാനത്തിൻ്റെ, സഹനത്തിൻ്റെ എല്ലാം പാഠങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. നമുക്കതൊന്ന് ധ്യാനിച്ച് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ കുർബാന എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടേണ്ട ഒന്നാണ്. ലൂക്കായുടെ സുവിശേഷം 22 നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 25-26 വാക്യം എല്ലാം പൂർത്തിയായി എന്നാണ് പറയുന്നത് കർത്താവ്. അതുകൊണ്ട് പൂർത്തീകരിക്കപ്പെടേണ്ട ഓരോ ദൗത്യത്തിൻ്റെ പിൻപിലും, നമ്മൾ ചെയ്തു വയ്ക്കേണ്ട ഓരോ ധർമ്മത്തിന് മുമ്പിലും വിശുദ്ധ കുർബാന നമുക്ക് ശക്തിയായി നിൽക്കുന്നു എന്നറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ വിശുദ്ധ കുർബാനയെ ഒരാചരണമായിട്ടല്ല, അനുഷ്ഠാനമായിട്ടല്ല, ഒരു കടമയായിട്ടല്ല നമ്മൾ മറിച്ച് ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തിയായി നമുക്ക് എന്നും കാണാൻ സാധിക്കും. അതുകൊണ്ട് കുർബാനയിൽ പങ്കെടുക്കുന്നത് ഒരു സന്തോഷത്തിൻ്റെ അവസരമാകട്ടെ, കുർബാനയിൽ പങ്കുചേരുന്നത് കൃപയുടെ അവസരമാകട്ടെ, കുർബാനയിൽ പങ്കുചേരുന്നത് നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ, സമൂഹ ജീവിതത്തിൻ്റെ, സമർപ്പിത ജീവിതത്തിൻ്റെ ഒക്കെ ശക്തിയായി നമുക്ക് കാണാനാവട്ടെ. അതുകൊണ്ട് ഈ കുർബാന തന്ന കർത്താവിന് മുമ്പിൽ നിന്നുകൊണ്ട് അവർണ്ണനീയമായ ദാനത്തെക്കുറിച്ച് കർത്താവെ അങ്ങേക്ക് സ്തുതി എന്ന് നമുക്കെന്നും പറയാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്ക് വിശുദ്ധ കുർബാനയോർ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ത്രിയേക ദൈവത്തോട് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ഞങ്ങളുടെ എല്ലാവരുടെയും രക്ഷയ്ക്ക് വേണ്ടി അങ്ങ് ഞങ്ങളോടൊരു സ്നേഹത്തെ പ്രതി ഞങ്ങൾക്ക് തന്ന വിശുദ്ധ കുർബാനയോർ നന്ദി പറഞ്ഞുകൊണ്ട് ഓരോ കുർബാനയുടെയും മുമ്പിൽ സ്നേഹത്തോടെ ദൈവസ്നേഹ നിറവിൽ നിന്നുകൊണ്ട് കുർബാന അർപ്പിക്കാൻ ഞങ്ങളെ ഒരുക്കണമേ. കർത്താവായ ഈശോയെ, അങ്ങയുടെ ജീവിതം മുഴുവനുമാണല്ലോ ഓരോ കുർബാനയിലൂടെ ഞങ്ങൾ അനുഭവിച്ചറിയുക. അങ്ങയുടെ വിശുദ്ധ കുർബാന ഞങ്ങൾക്ക് ജീവിത മാതൃകയായി ഭവിക്കാൻ ആവശ്യമായ വെളിച്ചം ഞങ്ങളുടെ മനസ്സുകൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, യേശുവിന് വേണ്ടി ജീവിക്കാൻ ആവശ്യമുള്ള എല്ലാ വരദാനങ്ങളും അഭിഷേകവും വിശുദ്ധ കുർബാനയിലൂടെ ഞങ്ങൾ തന്ന് ഞങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കണമേ. കുർബാന എന്ന ദാനത്തെക്കുറിച്ച് ത്രിയേക ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് ആരാധനയും സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കുന്നു. നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ മാതാവേ, കുരിശിനരികെ അങ്ങുണ്ടായിരുന്നുവെന്ന് യോഹന്നാൻ പ്രത്യേകമായി ഞങ്ങളോട് പറയുന്നു. വിശുദ്ധ കുർബാനയുടെ സ്ത്രീയായ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ജീവിതത്തിലെ കുർബാന ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് ആശ്വാസവും ശക്തിയും സഹനശേഷിയും എല്ലാം നൽകുന്നതായി മാറാൻ കൃപയുടെ അമ്മയായ അങ്ങ് ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കൃപകളും കർത്താവിൽ നിന്ന് വിശുദ്ധ കുർബാനയോട് വാങ്ങിത്തരണമേ. കുർബാനയ്ക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച വിശുദ്ധാത്മാക്കളെ, കുർബാനയെ സ്നേഹിച്ചവരെ, കുർബാന കൊണ്ട് ജീവിച്ചവരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പ്രത്യേകമായ വിധത്തിൽ എല്ലാ വൈദികരെയും സമർപ്പിതരെയും ഞങ്ങളിന്ന് നിങ്ങളുടെ കരങ്ങളിൽ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബജീവിതങ്ങൾക്ക് ആധാരമായി നിൽക്കുന്ന ശക്തിയും കൃപകളും ഞങ്ങളുടെ പേരിന് കാരണമായിരിക്കുന്ന പുണ്യവാന്മാരെ സ്വർഗീയ മധ്യസ്ഥ ഞങ്ങൾക്ക് പ്രാപിച്ചു തന്ന് വിശുദ്ധ കുർബാന ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ശക്തി കേന്ദ്രമാക്കി മാറാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ എല്ലാ യാതനകളും പ്രാർത്ഥനകളും ഞങ്ങളുടെ പേരിൻ്റെ കാരണഭൂതരായ വിശുദ്ധരുടെയും സ്വർഗീയ മധ്യസ്ഥരുടെയും സകല മാലാഖമാരുടെയും പ്രത്യേകമായി വിശുദ്ധ കുർബാനയുടെ ഭക്തരായ എല്ലാ വിശുദ്ധാത്മാക്കളുടെയും കരങ്ങൾ വഴി ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആഗോള സഭയെ ഓർമ്മിക്കാം. സഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവിനെയും മെത്രാന്മാരെയും എല്ലാ വൈദികരെയും സന്യസ്തരെയും വിശ്വാസി ഗണത്തെ മുഴുവനും ഓർത്തുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. ഈ സമയം മരിയ കൂടാരങ്ങളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും നമുക്ക് തമ്പുരാന് സമർപ്പിച്ച്
എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഓരോ ദിവസം വിശുദ്ധ കുർബാന അർപ്പിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത എനിക്ക് ഈ ദാസന് കർത്താവ് നൽകിയ കൃപയെ അനുസ്മരിച്ചുകൊണ്ട് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവരെയും, അവരുടെ കുടുംബങ്ങളെയും വ്യക്തിജീവിതങ്ങളെയും അവരുടെ അധ്വാനങ്ങളെയും കൃപകളാൽ ദൈവം നിറയ്ക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എല്ലാവരെയും ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സഹോദരങ്ങളെ, വിശുദ്ധ കുർബാനയുടെ കൃപ കൊണ്ട് നിറഞ്ഞ ഒരു നല്ല ദിവസമായിരിക്കട്ടെ ഈ ദിവസം എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു.